72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ഇത്തവണ മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാണ്ഡം എന്നിവയാണ് ജൂറിയിലെത്തിയിരിക്കുന്ന പ്രധാന ചിത്രങ്ങൾ. സംവിധായകൻ ജയരാജ് അധ്യക്ഷനായ ജൂറിയാണ് സിനിമകളുടെ അവാർഡ് നിർണയം പൂർത്തിയാക്കിയത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജന ജി അശോകാണ് ചേരുന്നത്. അഞ്ജന, അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ മോളിവുഡും. കാരണം ഭ്രമയുഗമുണ്ട്, കിഷ്കിന്ധാകാണ്ഡമുണ്ട്, അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സുമുണ്ട്. ഇതിലെല്ലാം കേരള ചലച്ചിത്ര പുരസ്കാരം തൂക്കിയതാണ് ഇവരെല്ലാം. അപ്പോൾ പോറ്റി ഇത്തവണ ദേശീയ തലത്തിലും അവാർഡ് തൂക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? എന്തൊക്കെയാണ് മലയാളത്തിന്റെ പ്രതീക്ഷകൾ? പറയൂ. അതെ അതിര, ഈ വട്ടത്തെ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം 5:30 ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും. ഏറ്റവും മലയാളത്തിൽ നിന്ന് എടുത്തു പറയാനുള്ളത് ഭ്രമയുഗം, അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാണ്ഡം തുടങ്ങിയ സിനിമകളാണ്. ഇതിൽ നിന്നെല്ലാം ആരാധകർ കാത്തിരിക്കുന്നത് ഭ്രമയുഗത്തിലൂടെ കൊടുമൺ പൂട്ടിയായി അഭിനയിച്ച മമ്മൂക്ക തകർത്തഭിനയിച്ച ആ കഥാപാത്രം നാഷണൽ അവാർഡ് മലയാളത്തിലേക്ക് വീണ്ടും എത്തുമോ? അദ്ദേഹത്തിൻ്റെ 4ാമത് ദേശീയ പുരസ്കാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പുരസ്കാരം വീണ്ടും എത്തുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ആരാധകരും കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഭാഷകളിൽ നിന്നുള്ള ചലച്ചിത്രങ്ങളൊക്കെ തന്നെ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇതിലേതായിരിക്കും പ്രേക്ഷക പ്രശംസയോടുകൂടി തന്നെ കൂടുതൽ ആവേശത്തോടുകൂടി കേരളത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. 11 അംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംവിധായകൻ ജയരാജിൻ്റെ ഒരു മേൽനോട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രഖ്യാപനം ഉൾപ്പെടെ എല്ലാം വരാൻ കാത്തിരിക്കുന്നത്. 5:30 തന്നെ നമുക്ക് ദേശീയ ചലച്ചിത്ര പ്രഖ്യാപനം അറിയാൻ സാധിക്കും. മഞ്ഞുമൽ ബോയ്സ്, അതുപോലെ തന്നെ കിഷ്കിന്ധാകാണ്ഡം, ഭ്രമയുഗം തുടങ്ങിയ സിനിമകളാണ്. അതിൽ ആരായിരിക്കും ദേശീയ ചലച്ചിത്ര അവാർഡ്, മികച്ച നടനുള്ള അവാർഡുമായിട്ട് എത്തുക എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കൊടുമൺ പോറ്റി മനയിലേക്ക് ദേശീയ അവാർഡ് എത്തിക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും. ആതിര, അതുപോലെ തന്നെ അഞ്ജന, മമ്മൂട്ടിയും ആസിഫ് അലിയും കൂടാതെ മറ്റേതെല്ലാം മലയാള താരങ്ങളാണ് പുരസ്കാര പ്രതീക്ഷയിലുള്ളത്? പൃഥ്വിരാജ് ഉണ്ട് ആടുജീവിതം എന്ന സിനിമയിലൂടെ തന്നെ. ഒപ്പം തന്നെ ആസിഫ് അലി കിഷ്കിന്ധാകാണ്ഡം തുടങ്ങിയ സിനിമയിൽ നിന്നുണ്ട്. അതോടൊപ്പം മമ്മൂക്കയുണ്ട്. അങ്ങനെ തുടങ്ങി മറ്റു ഭാഷകളിൽ നിന്ന് പറയുകയാണെങ്കിൽ അല്ലു അർജുൻ അടക്കം ഉള്ള സിനിമകളുണ്ട്. അതുപോലെ തന്നെ കാർത്തിയുണ്ട്, വിക്രം തുടങ്ങി, വിജയ് സേതുപതി തുടങ്ങി എല്ലാവരും തന്നെ പട്ടികയിലുണ്ട്. മറ്റു ഭാഷകളിൽ നിന്ന് ആരായിരിക്കും നേടിയെടുക്കുക എന്ന് തുടങ്ങിയ ആകാംക്ഷ ഉൾപ്പെടെ ഇന്ന് പ്രേക്ഷകർക്കുണ്ട്. 5:30 തന്നെ ആകാംക്ഷയ്ക്ക് ഒരു അവസാനം എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരായിരിക്കും അവാർഡ് എത്തിക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ആതിര, ശരി അഞ്ജന, അതായത് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ ആ കാത്തിരിക്കുന്ന പ്രഖ്യാപനം വരും. മമ്മൂട്ടി, ആസിഫ് അലി തുടങ്ങിയ താരങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ഭ്രമയുഗമോ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സോ കിഷ്കിന്ധാകാണ്ഡമോ ഏതെങ്കിലുമൊക്കെ നാഷണൽ അവാർഡ് തൂക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണാം.